ലാഭത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് പരലോകത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും. നവോത്ഥാനത്തിന്റെ കൊടിപിടിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും സാരഥികളും ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം ലാഭത്തെ പരലോകത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അല്ലേ, നിങ്ങൾ ആലോചിച്ചൊക്കെ, കടവത്തൂരിലെ, കണ്ണൂർ ജില്ലയിലെ അങ്ങേയറ്റമായ കടവത്തൂരിൽ നിന്ന് ഇ കെ മൗലവി ഏറിയാട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തെ പല നിലക്ക് ആക്ഷേപിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രം വായിച്ചതിന് അദ്ദേഹം ഇന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഏറിയാട്ട് പോയി നവോത്ഥാന പ്രവർത്തനം നടത്തുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരന്നു കിടക്കുന്ന കേരളമാണ്, മലയാള മണ്ണ്. ആ മണ്ണിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന രൂപത്തിലല്ല, പക്ഷേ അദ്ദേഹത്തോട് 5 ദിവസത്തിനുള്ളിൽ ഐക്യസംഘത്തിന്റെ രൂപീകരണത്തെ കേരളത്തിലെ മലയാളത്തിൽ ജീവിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ഇല്ല, വാട്സാപ്പ് ഇല്ല, വാഹനമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പണമില്ല, ഒന്നുമില്ല. എന്നിട്ട് അദ്ദേഹം നടന്നുപോയി. അദ്ദേഹം നാടുനീളെ നടന്നു. 5 പേർ ഇ കെ മൗലവിയുടെ നേതൃത്വത്തിൽ പോയി. എന്നിട്ടോ എല്ലാ പണ്ഡിതന്മാരെയും ഐക്യസംഘത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ത്യാഗം എന്താണ് അവർ മാറ്റിവെച്ചത്? നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ഇത് മാറ്റിവെക്കാൻ ഇന്നത്തെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്തേ നമ്മൾ പറയാ? രക്ഷിതാക്കൾ പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായി പറയുന്നു, നമ്മൾ എന്താ പറയാറുള്ളത് പലപ്പോഴും? അതിനൊന്നും പോകേണ്ട ആവശ്യമില്ല, ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ പോയാൽ നിനക്ക് പഠിക്കണ്ടേ? നിനക്ക് എൻട്രൻസിൽ റാങ്ക് വേണ്ടേ? നിനക്ക് ഇന്നാലിന്ന മേഖലയിൽ ഉയർന്നു നിൽക്കണേ? വേണം, എല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇത് പോകുന്നത് കൊണ്ട് ആരെങ്കിലും തോറ്റുപോകുമോ? ലോകത്ത് എവിടെയെങ്കിലും തോറ്റുപോകുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ചരിത്രം പഠിച്ചു നോക്കൂ. നമ്മള് ലോകത്തറിയപ്പെടുന്ന മാത്തമാറ്റിക്സിൽ 1ാം സ്ഥാനക്കാരൻ ആരാണെന്ന് അറിയുമോ നിങ്ങൾ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ലോകത്തെ പുരോഗതികളുടെ ഏറ്റവും വലിയ പരിഷ്കർത്താവ് ആരാണെന്ന് അറിയുമോ നിങ്ങൾ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കലണ്ടർ സംവിധാനം നിലവിൽ കൊണ്ടുവന്നത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഓഫീസ് സംവിധാനം നിലവിൽ കൊണ്ടുവന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സീൽ അടിക്കുന്ന സംവിധാനം നിലവിൽ കൊണ്ടുവന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അക്കൗണ്ടന്റുമാരെ ഓഫീസുകളിൽ നിയമനം കൊണ്ടുവന്നത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മിച്ച ഭൂമികളെ പിടിച്ചെടുത്ത് അവിടെ പാട്ടത്തിന് നൽകി കൃഷിയോഗ്യമാക്കണമെന്ന് ആദ്യമായി ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണെന്ന് അറിയുമോ? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പഠിച്ചവരവരൊക്കെ ഏതെങ്കിലും മേഖലയിൽ തോറ്റുപോയോ? ഇത് കാണുന്നതിനേക്കാളും വലിയ മേഖലയിലെത്തി. അല്ലേ, ലോകത്ത് നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ ചരിത്രം എന്താണ്? ലോകത്ത് വിജ്ഞാനങ്ങളുടെ കേദാരം എവിടെയാണെന്നറിയാം നിങ്ങൾ? ബാഗ്ദാദ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് എന്നറിയപ്പെടുന്ന, ഹിക്മയുടെ തത്വജ്ഞാനങ്ങളുടെ വീട് എന്നറിയപ്പെട്ടിരുന്ന, മദീനത്തുസ്സലാം, ശാന്തിയുടെ പട്ടണം എന്നറിയപ്പെട്ടിരുന്ന ബാഗ്ദാദിന്റെ മനോഹരമായ ലൈബ്രറികളിൽ എത്ര വിശാലമായിരുന്നു എന്നറിയുമോ? പാശ്ചാത്യന്മാര് പേടിച്ചു പോയത് എന്താണെന്നറിയോ? നമ്മൾ പഠിക്കണം ആ ഭാഗങ്ങളൊക്കെ. പള്ളി ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയാൽ പാശ്ചാത്യന്മാർ പേടിച്ചു പോവുക. കാരണം എന്താ? അവിടെ ഗവേഷണം നടക്കും. അല്ലേ, അവിടെ ഗവേഷണം നടന്നാലോ ശാസ്ത്ര വിദ്യാർത്ഥികൾ വരുന്നു, എഞ്ചിനീയർമാർ വരുന്നു, ലോകത്തെ പ്രഗത്ഭരായ ആളുകൾ ആ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നു. അത് യൂണിവേഴ്സിറ്റിയായി, വലിയ നാഗരികതയായി വളർന്നു വരുന്ന ലോകത്തെ മനോഹരമായ ചരിത്രം ഇസ്ലാമിന്റെ പൈതൃകമാണെങ്കിൽ എന്തിനു നമ്മൾ വീഴ്ച നിൽക്കണം?